ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അച്ചാറുകളിൽ ഏറ്റവും രുചികരമായിട്ടുള്ള കല്ലുമ്മക്കായ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. വളരെ രുചികരമായിട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ കല്ലുമ്മക്കായ അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ കല്ലുമ്മക്കായെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 300 ഗ്രാം അളവിലാണ് കേട്ടോ ഇതിപ്പോൾ ഉള്ളത്. അതായത് വൃത്തിയാക്കിയതിന് ശേഷമുള്ള വെയിറ്റാണ് 300 ഗ്രാം എന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ ഓരോ കല്ലുമ്മക്കായയിലും ആ പുറകിലുള്ള ആ ഒരു വേസ്റ്റും അതുപോലെ തന്നെ ആ ചകിരിയൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റിയേക്കണം. ഒട്ടും തന്നെ ആ വേസ്റ്റും ചകിരിയൊന്നും ഉണ്ടാകാൻ പാടില്ല. എന്നിട്ടൊരു 3-4 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഈ കല്ലുമ്മക്കായയിൽ ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കൂടെ ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഈ 2 മസാലകളും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. കല്ലുമ്മക്കായയിലുള്ള ആ ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് പിഴിഞ്ഞ് മാറ്റിയേക്കണം. വെള്ളം അധികം ഉണ്ടാകാൻ പാടില്ല, കാരണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ഇതുപോലെ നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് മാത്രമേ നമ്മളിത് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ ആ മസാല കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ കല്ലുമ്മക്കായയിൽ പിടിച്ച് കിട്ടുള്ളൂ. അതിൻ്റെ പേരിലാണ് ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നത്. 1/2 മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിലാണ് കേട്ടോ ഇതിലേക്ക് നല്ലെണ്ണ ചേർക്കുന്നത്. നല്ലെണ്ണയിൽ തന്നെ നമ്മളൊന്ന് അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. കാരണം നമുക്ക് ഒരുപാട് നാൾ കേടാകാതെ സൂക്ഷിക്കേണ്ടതാണ്. അതിൻ്റെ പേരിലാണ് നല്ലെണ്ണയിൽ തയ്യാറാക്കുന്നത്. നല്ലെണ്ണയിൽ അച്ചാർ തയ്യാറാക്കിയാൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു പകുതിയോളം കല്ലുമ്മക്കായ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ വറുത്ത് കൊടുത്ത് വേണം കേട്ടോ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാടിട്ട് നല്ലതുപോലെ ഇങ്ങനെ മൊരിച്ചെടുക്കരുത്. ഒരു 1/4 ഭാഗത്തോളം മാത്രം ഒന്ന് ക്രിസ്പിയായി കിട്ടിയാൽ മതിയാവും. നമ്മൾ ഈ കല്ലുമ്മക്കായ വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് അങ്ങനെ മുരിച്ചെടുക്കാൻ വേണ്ടി പാടില്ല. ഒരു പകുതി അളവിൽ മാത്രമേ ഒന്ന് മുരിഞ്ഞിട്ടുണ്ടാകാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് മുരിച്ചെടുക്കുകയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ ഒരു സോഫ്റ്റ്നെസ് അങ്ങ് പോകും കേട്ടോ. അതായത് നമ്മുടെ അച്ചാറിനുള്ള ആ ഒരു സോഫ്റ്റ്നെസ് അങ്ങ് പോകും. അതിൻ്റെ പേരിലാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഏകദേശം 5 മിനിറ്റോളം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു രീതിക്ക് വേണം കേട്ടോ ഉണ്ടാകാനായിട്ട്. ഒരുപാട് മുരിഞ്ഞു പോകരുത്. ഇനി നമുക്കിതൊരു ബോളിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാ കല്ലുമ്മക്കായയും ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് നല്ലെണ്ണ ചേർക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ചേർക്കാം. നമ്മുടെ ഈ കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. 1/2 കപ്പ് അളവിലാണ് കേട്ടോ വെളുത്തുള്ളി അല്ലി ചേർക്കുന്നത്. 100 ഗ്രാം വെളുത്തുള്ളി അല്ലിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചിയും കൂടിയാണ്. 75 ഗ്രാം അളവിലാണ് ഇഞ്ചി ചേർക്കുന്നത്. ഒരല്പം ഇഞ്ചി കുറച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറട്ടെ. ആ ഒരു സമയം വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ നമ്മൾ കല്ലുമ്മക്കായ വറുത്തെടുത്ത അതേ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാത്ത എന്താണെന്ന് വെച്ചാൽ ആ എണ്ണയിൽ അധികം മസാല ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നമ്മൾ വറുത്തെടുക്കുമ്പോഴത്തേക്കും മസാല എല്ലാം നല്ലതുപോലെ കരിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് ഫ്രഷ് ആയിട്ടുള്ള എണ്ണ ചേർത്തിട്ടുള്ളത്. എക്സ്ട്രാ നമുക്ക് എണ്ണ ആവശ്യം വരുമ്പോൾ നമ്മൾ പൊരിച്ചെടുത്ത എണ്ണ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നല്ല രീതിക്ക് ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരല്പം കറിവേപ്പിലയാണ്. കറിവേപ്പില ചേർത്ത് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. കാരണം നമുക്ക് ഇനി ഇതിലേക്ക് മസാലകൾ ചേർക്കാനായിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ നിറയെ കശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഒട്ടും എരിവില്ലാത്ത മുളക് പൊടിയാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ മതിയാവും. ഇനി വേണ്ടത് കുരുമുളക് പൊടിച്ചത് 1 ടീസ്പൂൺ നിറയെ. 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടി ചേർക്കാം. ഉലുവാപ്പൊടി ഒരുപാട് കൂടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. 1/4 ടീസ്പൂൺ അളവിൽ തന്നെ കായപ്പൊടിയും കൂടി. 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഫ്ലെയിം നന്നായിട്ട് നിന്ന് കുറച്ച് വെച്ചിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്, എങ്കിൽ പിന്നെ മസാല നല്ലതുപോലെ കരിഞ്ഞു പോകും. കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഏകദേശം ഒരു 2-3 മിനിറ്റ് ഞാൻ നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് തന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത്
1/2 കപ്പ് അളവിൽ വെള്ളം കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇച്ചിരി ഗ്രേവിയോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ കല്ലുമ്മക്കായ അച്ചാർ തയ്യാറാക്കി എടുക്കുന്നത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് 2 മാസം മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല നല്ല കുറച്ച് മാസം കൂടി കൂടുതലായിട്ട് നമുക്കിതൊന്ന് സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ കല്ലുമ്മക്കായ അച്ചാർ നല്ല ഡ്രൈ ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. എനിക്കിപ്പോൾ ഇച്ചിരി ഗ്രേവി വേണം എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ 1/4 കപ്പ് അളവിൽ വിനീഗറും കൂടി ചേർക്കാം. അപ്പോൾ നമുക്ക് ഇച്ചിരി പുളി നമ്മുടെ കല്ലുമ്മക്കായ കിട്ടും. അതുപോലെ തന്നെ അധികം നാൾ കേടാകാതെ ഇരിക്കും. നമ്മൾ നേരത്തെ കല്ലുമ്മക്കായയിൽ മാത്രമാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ 2 ടീസ്പൂൺ അളവിലാണ് ഇപ്പോൾ കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഉപ്പും ചേർത്ത് നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നല്ല രീതിക്ക് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതാ ഇപ്പോൾ നമ്മുടെ ഈ ഗ്രേവി എല്ലാം നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന കല്ലുമ്മക്കായ ചേർക്കാം. നമ്മുടെ ഈ കല്ലുമ്മക്കായയും ചേർത്ത് എല്ലാം കൂടി നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. എത്രത്തോളം ഗ്രേവി വേണമോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർക്കാവുന്നതാണ്. പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് വിനാഗിരിയും ചേർക്കാം. ഇനി ഒരു 2 മിനിറ്റ് മാത്രം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ വെള്ളം ചേർക്കാതെയാണ് അച്ചാർ തയ്യാറാക്കുന്നതെങ്കിൽ അച്ചാർ നല്ലതുപോലെ ഡ്രൈ ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ ഡ്രൈ ആയിട്ട് കഴിക്കണം എന്ന് ആവശ്യമുള്ളവർക്ക് അങ്ങനെ തന്നെ വെള്ളം ചേർക്കാതെ തയ്യാറാക്കാം. അത് നമുക്ക് 6 മാസം വരെ പുറത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നാൾ നമുക്ക് കേടാകാതെ ഇരിക്കും. ഈ അച്ചാർ നമുക്ക് 2 മാസം വരെയും പുറത്ത് സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 4 മാസം വരെയും കേടാകാതെ ഇരിക്കും. ഇതാ ഞാനിപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു കല്ലുമ്മക്കായ അച്ചാറാണ് കേട്ടോ. ഇതിപ്പോൾ കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. ഒരു 2-3 ദിവസം കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് മനസ്സിലാവുന്നത്. ഉറപ്പായിട്ടും കല്ലുമ്മക്കായ വെച്ചിട്ട് ഇതുവരെ അച്ചാർ തയ്യാറാക്കാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടമാവും. ഈ ഉപ്പും പുളിയൊക്കെ നന്നായിട്ടൊന്ന് ബാലൻസ് ചെയ്യണം എന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ 1 ടീസ്പൂൺ ശർക്കരയോ അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ ചേർക്കാവുന്നതാണ്. പക്ഷെ ഞാനതൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ അച്ചാർ സ്റ്റോർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നല്ലൊരു എയർടൈറ്റായിട്ടുള്ള ബോട്ടിൽ ഗ്ലാസ് ബോട്ടിൽ തന്നെ അച്ചാർ സൂക്ഷിച്ചേക്കണം. എപ്പോഴൊക്കെ നമ്മൾ അച്ചാർ എടുക്കുമോ അപ്പോഴെല്ലാം നല്ല ഉണങ്ങിയ സ്പൂൺ കൊണ്ട് വേണം കേട്ടോ അച്ചാർ നമ്മൾ കോരിയെടുക്കാനായിട്ട്. എങ്കിൽ പിന്നെ ഒരുപാട് നാളെ നമുക്ക് ഇടാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്. ടാറ്റാ.